ഡയറക്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് പ്രൂഫ് മാത്രമല്ല, അതേപോലെ നമുക്ക് കോൺട്രാപോസിഷൻ മെത്തേഡ്, കോൺട്രഡിക്ഷൻ, ഇതെല്ലാം നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതിൽ ഇത് നോക്കാം. പ്രൂവ് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് ഇൻറ്റീജർ ദെൻ എക്സ് സ്ക്വയർ ഈസ് ഓഡ്. അപ്പോൾ എക്സ് ഓഡ് ഇൻറ്റീജർ ആണ്. ഓഡ് ഇൻറ്റീജറിനെ എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എക്സ് ഈക്വൽ ടു 2k+1 എന്നാണ്. ഓഡ് ഇൻറ്റീജറിനെ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക എക്സ് ഈക്വൽ ടു 2k+1 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ആണ്, ഈവൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? എക്സ് ഈക്വൽ ടു 2k. ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരും, അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക. ഓഡ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 2k+1ഉം ഈവൻ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 2k. അപ്പൊ ഇവിടെ നമുക്ക് എന്താ തന്നേക്കണേ? എക്സ് ഈസ് ആൻ ഓഡ് ഇൻറ്റീജർ ദെൻ എക്സ് സ്ക്വയർ ഈസ് ഓഡ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം, അല്ലെ? എക്സ് ഓഡ് ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വന്നു? എക്സ് ഈക്വൽ ടു 2k+1 എടുത്തു. കെ എന്താണ്? കെ ഈസ് ആൻ ഇൻറ്റീജർ. അടുത്ത നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഓഡാന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇതിനെ സ്ക്വയർ ചെയ്തു. അപ്പൊ എന്ത് വന്നു? 2k+1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. a+b ഹോൾ സ്ക്വയർ എന്താണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ആണ്. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 4k സ്ക്വയർ പ്ലസ് 2ab 4k+1 എന്ന് വന്നു. ഇവിടെ നമുക്ക് 2നെ കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 2k സ്ക്വയർ പ്ലസ് 2k+1. ഈ 2k സ്ക്വയർ പ്ലസ് 2k എന്ന് പറയുന്നത് എന്താണ്? അതിനെ ഞാൻ 2k1 എന്ന് പറഞ്ഞു. 2k1+1 ഇതും ഒരു ഇൻറ്റീജർ ആവില്ലേ? വേർ 2k സ്ക്വയർ പ്ലസ് 2k എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും ഒരു ഇൻറ്റീജർ ആണ്, അല്ലെ? 2k സ്ക്വയർ പ്ലസ് 2kനെയാണ് ഞാൻ k1 കൊടുത്ത്, ഈസ് അഗെയിൻ എൻ ഇൻറ്റീജർ. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആള് 2k1+1 എന്നുള്ള ഫോമിലാണ് നിൽക്കുന്നത്. ആ ഒരു ഫോമിൽ നിൽക്കുന്ന ആയതുകൊണ്ട് അത് എന്ത് നമ്പർ ആണെന്ന് മനസ്സിലായി? ഓഡ് ഇൻറ്റീജർ ആണെന്ന് മനസ്സിലായി. കണ്ടോ? ഇങ്ങനെ എളുപ്പമുള്ള കുഞ്ഞു കുഞ്ഞു പ്രൂഫുകളാണ് ഇതിൽ ചോദിക്കുന്നത്. ഇനി അടുത്തത്, ഗീവ് എ ഡയറക്റ്റ് പ്രൂഫ് ഇഫ് m and n are perfect square then mn is perfect square. അപ്പൊ നമ്മളോട് പറഞ്ഞു m എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എമ്മിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതി. എ എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. എ ഈസ് ആൻ ഇൻറ്റീജർ. ഇനി അടുത്ത നമുക്ക് എന്ത് പറയാം? n ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പൊ n ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് എഴുതി. അതിൽ ബി ഈസ് ആൻ ഇൻറ്റീജർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ m എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് കിട്ടി. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി സ്ക്വയർ എന്ന് എഴുതാം. ഈ എയും ബിയും ഇൻറ്റീജർ ആണെങ്കിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്നത് എഗെയിൻ എ ഇൻറ്റീജർ. അപ്പൊ നമുക്ക് എ ബിനെ ഞാൻ വേണമെങ്കിൽ എന്ത് കൊടുത്തു? സി. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എം എന്ന് പറയുന്നത് സി സ്ക്വയർ ആണ്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് കിട്ടി. വല്ല ടഫ് ഉണ്ട് ഇത് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വരാം. ഇനി അടുത്തത്, use direct proof to show that the sum of two odd integer is even. കണ്ടോ? ഈ ഇങ്ങനത്തെ പ്രോബ്ലത്തിൽ ഓഡ് ഈവൻ എന്താന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ എന്ത് എഴുതി? m ഈക്വൽ ടു 2k1+1, n ഈക്വൽ ടു 2k2+1 എന്ന് എഴുതി. ഓക്കെ, എമ്മും എന്നും k1ഉം k2 ആരാണ്? വേർ k1 ആൻഡ് k2 ആറ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ദ സം ഓഫ് ടു ഓഡ് ഇൻറ്റീജേഴ്സ് ഈസ് ഈവൻ എന്ന് കാണിക്കണം. ഓഡ് ഇൻറ്റീജേഴ്സ് m+n ചെയ്തു. ഇപ്പൊ 2k1 പ്ലസ് 2k2 പ്ലസ് 2 വട്ടം 1 ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇതിന് 1 എന്ന് കൊടുത്തു, ഇത് 2 എന്ന് കൊടുത്തു. m+n ചെയ്യാൻ വേണ്ടിട്ട് 1+2 ആണ് ചെയ്തത്. 2 വട്ടം 1 ആഡ് ചെയ്തപ്പോ എന്ത് വന്നു? 2 വന്നു. എല്ലാത്തിലും 2 കോമൺ ആയതുകൊണ്ട് എന്ത് ചെയ്താൽ 2 × k1 + k2 + 1. ഈ k1 + k2 + 1 എന്ന് പറയുന്നത് എന്തിനാ? അതും അഗെയിൻ ഒരു ഇൻറ്റീജർ ആയിരിക്കും. അപ്പൊ അവിടുന്ന് എനിക്ക് എന്ത് കിട്ടും? 2k3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? m+n ഈസ് ആൻ ഈവൻ ഇൻറ്റീജർ എന്ന് കിട്ടി. ഇനി അടുത്തത്, show that the square of an even number is even using direct proof. ആദ്യം എനിക്ക് എന്ത് എഴുതി? a ഈക്വൽ ടു 2 എന്നെടുത്തു.
ഇതിനെ സ്ക്വയർ ചെയ്തപ്പോ എനിക്ക് എന്ത് വന്നു 4n² എന്ന് വന്നു. 4ല് 2 കോമൺ ആയി എടുക്കുകയാണെങ്കിൽ 2n² എന്ന് വരും. ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, 2n² എന്ന് പറയണത് ഒരു ഇന്റീജർ ആണ് അല്ലെ. 2n² ഈക്വൽ ടു k where k is integer. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, a² ഈക്വൽ ടു 2k എന്ന് കിട്ടി. സോ a² എന്താന്ന് പറയാം, ഇവിടുന്ന് ഈവൻ നമ്പർ ആണെന്ന് പറയാം. അടുത്ത് നമുക്കുള്ളത് പ്രൂഫ് ബൈ കോൺട്രാപോസിഷൻ ആണ്. നമ്മുടെ കയ്യിൽ b ഇംപ്ലൈസ് q ഉണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാപോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗേഷൻ q ഇംപ്ലൈസ് നെഗേഷൻ p ആണ് അല്ലെ. നെഗേഷൻ q ഇംപ്ലൈസ് നെഗേഷൻ p ആണ്. അപ്പൊ അവിടുന്ന് നമുക്ക് എടുക്കുമ്പോ if n is an integer and 5n plus 2 is odd then n is oddലേക്ക് എത്തണം. ഇപ്പൊ n is an integer, ഇതില് നമുക്ക് എന്താണ് n is an integer നമ്മൾ ഇതായിട്ട് പറയണതാ, എന്താണ് ജനറൽ ആയിട്ട് പറയണതാ. നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് p യില് 5n plus 2 is an odd എന്നും, അതുപോലെ ഒന്ന് q ല് n is odd എന്നാണ് അല്ലെ. ഇപ്പൊ നമുക്ക് കോൺട്രാപോസിഷൻ മീൻസ് നെഗേഷൻ q ഇംപ്ലൈസ് നെഗേഷൻ p എന്നാണ് ഓർമ്മ വരേണ്ടത്. അതായത് നമ്മൾ നെഗേഷൻ q ട്രൂ ആന്ന് അസ്യൂം ചെയ്യും, എന്നിട്ട് നമുക്ക് എന്ത് കിട്ടണം, നെഗേഷൻ p ട്രൂ ആന്ന് കിട്ടണം. അപ്പൊ നെഗേഷൻ q മീൻസ് ഇവിടെ എന്താവും, p എന്ന് പറയുന്നത് 5n plus 2 is odd. അപ്പൊ നെഗേഷൻ p എന്ന് പറയുമ്പോ എന്താവും, 5n plus 2 is even. അടുത്തത് n is odd എന്നുള്ളതിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n is even. നമുക്ക് അങ്ങനെ കിട്ടി. ഇനി എന്താണ് വേണ്ടത്, അസ്യൂം ദാറ്റ് നെഗേഷൻ q is true. അതായത് നെഗേഷൻ q ട്രൂ ആന്ന് പറഞ്ഞാൽ n is an even number. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, 5n plus 2 എന്ന് പറയുന്നത് ഈവൺ ആണെന്ന് എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടണം. n ഈവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഈക്വൽ ടു 2k1 വേറെ k1 is integer എന്ന് കൊടുത്തു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് 5n plus 2 ആണ്. അപ്പൊ 5n plus 2 എന്ന് എനിക്ക് എങ്ങനെ എഴുതാം, 5 into 2k plus 2 എന്ന് എഴുതാം അല്ലെ. 5 into 2k plus 2 വെച്ചാൽ 10k plus 2 എന്ന് കിട്ടും. രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്, 2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് തന്നു, 5k plus 1. ഈ 5k plus 1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒരു ഇന്റീജർ ആണ്. സോ 5n plus 2 എന്ന് പറയുന്നത് 2k1 എന്നുള്ള രൂപത്തിലെത്തി. അപ്പൊ ഇവിടെ നമുക്ക് എന്താന്ന് കിട്ടി, 5n plus 2 is even കിട്ടി. അപ്പൊ നമുക്ക് കിട്ടിയത് നെഗേഷൻ q ഇംപ്ലൈസ് നെഗേഷൻ p ആണ്. അപ്പൊ അവിടുന്ന് ബൈ കോൺട്രാപോസിഷൻ മെത്തേഡ് ഇഫ് n is ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ബൈ കോൺട്രാപോസിഷൻ മെത്തേഡ് ഇഫ് n is an integer and 5n plus 2 is odd then n is odd എന്ന് പറഞ്ഞിട്ട് എഴുതി അവസാനിപ്പിക്കുക. ചില സമയത്ത് 3 മാർക്കിന് വാട്ട് ഈസ് പ്രൂഫ് ബൈ കോൺട്രാപോസിഷൻ മെത്തേഡ് എന്നൊക്കെ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇഫ് n ഈക്വൽ ടു ab, a and b are integers, then a less than or equal to root n ഉം or b less than or equal to root n ഉം. അപ്പൊ ഇതില് n ഈക്വൽ ടു ab എന്നാണ് എന്താ p. അതേപോലെ തന്നെ q ആയിട്ട് നമുക്ക് എന്ത് പറയാം, a less than or equal to root n or b less than or equal to root n എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ നെഗേഷൻ p എന്താ വരിക, n not equal to ab എന്ന് വരും. നെഗേഷൻ q എന്താ വരിക, a less than or equal to root n എന്ന് പറയുമ്പോൾ a greater than root n ഉം b greater than root n ഉം. കോൺട്രാപോസിഷൻ മെത്തേഡില് നമുക്ക് എന്താണുള്ളത്, കോൺട്രാപോസിഷൻ മെത്തേഡില് നെഗേഷൻ q ഇംപ്ലൈസ് നെഗേഷൻ p ആണ് മനസ്സിലേക്ക് വരേണ്ടത്. For negation, we assume that negation q is true. അപ്പൊ negation q true ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a greater than root n ഉം b greater than root n ഉം. അപ്പൊ നമ്മള് a b ചെയ്ത സമയത്ത് നമുക്ക് എന്ത് വന്നു, root n into root n എന്ന് പറയുന്നത് n എന്ന് വന്നു. അപ്പൊ നമുക്ക് കിട്ടിയത് a b greater than n ആണ്. എ ബി ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാം, എ ബി നോട്ട് ഈക്വൽ ടു n എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നെഗേഷൻ p is true by കോൺട്രാപോസിഷൻ മെത്തേഡ് എന്ന് കിട്ടി. അടുത്ത് നമുക്കുള്ളത് കോൺട്രഡിക്ഷൻ മെത്തേഡ് ആണ്. കണ്ടോ, 3 മാർക്കിന് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, വാട്ട് ഈസ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. അപ്പം നമ്മൾ എന്ത്
എന്ത് അസ്യൂം ചെയ്യുന്നു? അപ്പൊ നമുക്ക് പറയാം ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാ നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ലോജിക്കലായിട്ട് ചെയ്ത് പോകുമ്പോ ലോജിക്കലി ആയിട്ട് ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ. അപ്പൊ ഇതെങ്ങനെ എഴുതാം? ഇൻ ദിസ് മെത്തേഡ് വി അസ്യൂം negation P is true, then we reach a logical contradiction, therefore original statement P is true. അതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ്. ഇപ്പൊ അവര് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം എന്ത് പറയുക? അതല്ല. അപ്പൊ അങ്ങനെ അതല്ല എന്ന് പറയുമ്പോ നമുക്ക് എന്ത് വരും? എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്കൊരു കോൺട്രഡിക്ഷനെ കിട്ടും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് CBSE-ലൊക്കെ നന്നായി 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വരണ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ √2, √3, √5 അല്ലെ? പ്രൂവ് ദാറ്റ് √2 ഈസ് എ റേഷണൽ നമ്പർ ബൈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. അപ്പൊ നമ്മൾ പറയും ഇവിടെ ഇപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട √2 ഈസ് എ റേഷണൽ നമ്പർ. അപ്പൊ അതല്ല, √2 ഈസ് എ വി അസ്യൂം ദാറ്റ് √2 ഈസ് എ റേഷണൽ നമ്പർ. ഇനി ഉണ്ടല്ലോ, ഇതിന്റെ പ്രൂഫ് എഴുതുന്ന സമയത്ത് കുട്ടികൾ ചെയ്യണ ഒരു പരിപാടിയാണ്. സംഭവങ്ങളൊക്കെ എഴുതുന്നുണ്ട്, പക്ഷെ എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല? ഇങ്ങനെ സെന്റൻസുകളില്ലേ, അതൊന്നും എഴുതിണ്ടായിരുന്നില്ല. √2 ഈക്വൽ ടു P/Q എന്ന് പറഞ്ഞു. വേറെ പിയും ക്യൂവിനൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട്. Q നോട്ട് ഈക്വൽ ടു 0. ഇത് മസ്റ്റ് ആണ് കേട്ടോ. P ആൻഡ് Q ആർ ഇന്റീജേഴ്സ് ആയിരിക്കും. പിന്നെ നമുക്ക് എന്ത് പറയാം? P and Q are integers. അതേപോലെ തന്നെ P and Q have no common multiples. Have no common multiples. അങ്ങനെ പറഞ്ഞു. Pനും Qനും എന്തുണ്ടാവില്ല? കോമൺ മൾട്ടിപ്പിൾസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? P and Q are co-primes എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നോ കോമൺ മൾട്ടിപ്പിൾ. ഈ സംഭവം എഴുതിയില്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകും. കാരണം നമ്മൾ കോൺട്രഡിക്ഷൻ കൊണ്ടുവരുന്നത് എവിടെയാണ്? P ആൻഡ് Q ഹാവ് നോ കോമൺ മൾട്ടിപ്പിൾ എന്നുള്ള സംഭവത്തിലാണ് നമ്മൾ കോൺട്രഡിക്ഷൻ എഴുതണത്. ഇനി എന്ത് ചെയ്യുന്നു? ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ √2 2 ആയി. P² Q² എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? P² ഈക്വൽ ടു 2Q² എന്ന് വന്നു അല്ലെ? P² ഈക്വൽ ടു 2Q². ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം? P² ഈക്വൽ ടു 2Q² എന്ന് പറയുമ്പോ P² ഈസ് ആൻ ഈവൻ നമ്പർ എന്ന് പറയാം അല്ലെ? P² ഈവൻ നമ്പർ ആണെങ്കിൽ then P ഈസ് ആൻ ഈവൻ നമ്പർ. ഇതിപ്പോ നമുക്ക് എങ്ങനെയാ കിട്ടുക? P² ഈവൻ നമ്പർ ആണെങ്കിൽ P ഈവൻ ആണെന്ന് എങ്ങനെ കിട്ടുക? അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു പ്രൂഫ് വെക്കാട്ടോ. ഇതിൽ തന്നെ P² ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് മാർക്ക് കളയാനുണ്ടാവും. കാരണം മാക്സിമം നമുക്ക് പോവാം. P² ഈവൻ നമ്പർ ആണെങ്കിൽ P ഈവൻ നമ്പർ ആണ്. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെയും കൂടി പ്രൂഫ് ചെറുതായിട്ട് കൊടുക്കാം. കുറച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? P ഈക്വൽ ടു 2K2 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇതിപ്പോ കുഴപ്പമില്ല കേട്ടോ. K1 K2 എന്ത് വന്ന് എഴുതിയാലും വേർ K2 ഈസ് ആൻ ഇൻറ്റീജർ, K1 ഈസ് ആൻ ഇൻറ്റീജർ, അത് എഴുതാനൊന്നും മറക്കരുത്. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? P ഈക്വൽ ടു 2K. ഇവിടെ ഞാൻ K2 എന്ന് എഴുതി, ഇവിടെ K1 ആണ്. അത് എന്തായാലും പ്രശ്നമില്ല. ഇനി നമുക്ക് എന്ത് എഴുതണം? ഇപ്പൊ എന്റെ കയ്യിലുള്ളത് 2Q² ഈക്വൽ ടു എന്തുണ്ട്? P² എന്നുണ്ട്. ഇപ്പൊ Q², Pക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2K2. ഇവിടുത്തെ പറയുകയാണെങ്കിൽ 2K2² എന്ന് എഴുതാം. അവിടെ നമുക്ക് എന്ത് കിട്ടി? 4K2² ഈക്വൽ ടു 2Q² എന്ന് വന്നു. ഇപ്പൊ Q² നമുക്ക് എന്ത് വന്നു? 2K2² ആയി. അതായത് Q² ഈസ് ആൻ എന്ത് നമ്പർ എന്ന് കിട്ടി? Q² ഈസ് ആൻ ഈവൻ നമ്പർ എന്ന് കിട്ടി. Q² ഈവൻ നമ്പർ ആണെങ്കിൽ Q എന്തായേ പറ്റുള്ളൂ? Q ഈസ് ആൻ ഈവൻ നമ്പർ എന്ന് മനസ്സിലായി. അപ്പൊ Q ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2K3 എന്ന് എഴുതി. ഇപ്പൊ നമുക്ക് P ഈക്വൽ ടു 2K2 എന്നും Q ഈക്വൽ ടു 2K3 എന്നാണ് എഴുതിയേക്കണേ. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? രണ്ടിനും കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ഇന്റീജർ വന്നിട്ടുണ്ട്. അത് 2 ആണ്. കണ്ടോ? വി ഗെറ്റ് കോമൺ ഇന്റീജർ 2. അപ്പൊ നമ്മളെ ആ P/Qന്റെ അവിടെ ഈ ഒരു സംഭവം എഴുതിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കോൺട്രഡിക്ഷൻ വരിക? അപ്പൊ വെറുതെ ബൈ ഹാർട്ടായി പഠിച്ചെഴുതുന്ന ആൾക്കാർ അത് എഴുതില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ കൂടി എഴുതിയാലാണ് എവിടെയാണ് നമുക്ക് കോൺട്രഡിക്ഷൻ വരണേന്നൊക്കെ മനസ്സിലാവുള്ളൂ.
ഇപ്പൊ നമുക്ക് എന്ത് വന്നു, പിക്കും ക്യൂനും കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് 2 കിട്ടി. സോ √2 ഈസ് എൻ ഇറാഷണൽ നമ്പർ എന്ന് വന്നു. ഇനി അടുത്തതാണ് കൗണ്ടർ എക്സാമ്പിൾ. അത് നല്ല എളുപ്പമാണ്. ഷോ ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് ബൈ ഫൈൻഡിങ് എ കൗണ്ടർ എക്സാമ്പിൾ. എവരി പോസിറ്റീവ് ഇന്റീജർ ഈസ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 3 ഇന്റീജർ. അങ്ങനെയാവോ? എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിനെയും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറയാച്ച എന്താണ്, ഇപ്പൊ നമുക്ക് 7 അങ്ങനെ എഴുതാൻ പറ്റുമോ? 7 ഏതെങ്കിലും നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിൽ എഴുതാൻ പറ്റുമോ? അപ്പൊ നമുക്ക് സ്ക്വയേഴ്സിൽ ഏറ്റവും കുഞ്ഞിത് എന്ന് പറയുന്നത് 0² + 1² + 2² ആണ്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് 1² + 2² + 3² ആണ്. അതെന്തായാലും 9 + 4 + 1 എന്ന് പറഞ്ഞാൽ 40ലേക്ക് പോവും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1² + 4 + 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ ഈ 7 ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 3 നമ്പേഴ്സിന്റെ ഇന്റീജേഴ്സ് ആയിട്ട് എങ്ങനെ നോക്കിയാലും എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനൊരു എക്സാമ്പിൾ കൊടുത്തു. കൗണ്ടർ എക്സാമ്പിൾ മീൻസ് നമുക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് കാണിക്കാൻ ഒരു എക്സാമ്പിൾ മതി. എപ്പോഴും കൗണ്ടർ എക്സാമ്പിൾ കൊടുക്കാൻ എളുപ്പമാണ് എന്ത് സംഭവമാണെങ്കിലും. പക്ഷെ മറ്റേത് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ഒരു കാര്യം ശരിയാന്ന് പറയാൻ അത് എല്ലാവരും ശരിയായിരിക്കണം. പക്ഷെ ഒരു കാര്യം തെറ്റാന്ന് പറയുകയാണെങ്കിൽ ഒരാള് തെറ്റിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ തെറ്റിയാൽ മതി. ഇപ്പൊ ഇവിടെ നമ്മൾ 7 തെറ്റിച്ചു. ഇനി പ്രൂവ് ഓർ ഡിസ്പ്രൂവ്. പ്രോഡക്റ്റ് ഓഫ് 2 ഇറാഷണൽ നമ്പർ ഈസ് ഇറാഷണൽ. നമുക്കറിയാമല്ല ഇറാഷണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? √2, √3, √5 അല്ലെ? √bകളെല്ലാം ഇറാഷണൽ നമ്പർ ആണ്. √2 × √2 നമുക്ക് എന്താ വരിക? 2 ആണ്. ഈ 2 എന്ന് പറയുന്ന ഇറാഷണൽ നമ്പർ ആണോ? അല്ല. അപ്പൊ നമ്മൾ അത് ഡിസ്പ്രൂവ് ചെയ്തു. ഇത് നമ്മുടെ ജനുവരി 2026 ചോദിച്ചൊരു ചോദ്യമാണ്. Prove that if n is an integer and 3n + 2 is even, then n is even using proof of contraposition. Contraposition means എന്താണ്? നെഗേഷൻ p implies q ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കോൺട്രാപോസിഷൻസ് നെഗേഷൻ q implies നെഗേഷൻ p. അപ്പൊ നമ്മൾ നെഗേഷൻ q അസ്യൂം ചെയ്യണം. ഇവിടെ p എന്ന് പറയുന്നത് 3n + 2 is even. ഇനി അടുത്തത് എന്ന് പറയുന്നത് n is even അല്ലെ? അപ്പൊ അതിന്റെ നെഗേഷൻ p എന്താ വരിക? 3n + 2 is odd എന്നും, അടുത്തത് നെഗേഷൻ q ആയിട്ട് എന്ത് വരും? n is odd. നമ്മൾ നേരത്തെ ഇതുപോലെ തുറന്നും ചെയ്തില്ലേ? നേരത്തെ ചെയ്തത് 5 ഇതിപ്പോ 3 ആണെന്നുള്ളൂ. അതൊക്കെ വരാലോ. ഇനിയിപ്പൊ നമുക്ക് ആദ്യം എന്താ അസ്യൂം ചെയ്തു? n is odd എന്ന് അസ്യൂം ചെയ്തു. അപ്പൊ n odd എന്ന് അസ്യൂം. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് കേട്ടോ. മറ്റേ √2 ഈസ് ആൻ ഇറാഷണൽ നമ്പർ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? അതിന്റെ ഉള്ളിൽ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. p² ഈവൺ ആണെങ്കിൽ p ഈസ് ആൻ ഈവൺ എന്നുള്ളത്. അപ്പൊ അതും കൂടി നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പൊ നമുക്ക് n odd എന്ന് പറഞ്ഞു. n odd എന്ന് കേട്ട അപ്പൊ തന്നെ നമുക്ക് എന്ത് എഴുതാം? 2k + 1 where k is an integer. ഇത് നമ്മൾ അങ്ങനെ അത്രയും സ്പീഡിൽ അങ്ങോട്ട് വരണം. നമുക്ക് n odd എന്ന് കേട്ട അപ്പൊ തന്നെ എന്ത് വരണം? n = 2k + 1. എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? 3n + 2 എന്ന് പറയുന്ന ആള് odd ആന്ന് കിട്ടണം. അപ്പൊ n പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 2k + 1 + 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടുന്ന് എനിക്ക് എന്ത് കിട്ടി? 6k + 3 + 2, അതായത് 6k + 5 എന്ന് കിട്ടി. ഇനി 6k + 5 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 6k + 4 + 1 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എന്താ കാരണം വെച്ചാൽ എനിക്ക് ഈ സാധനം ഓടാന്ന് പ്രൂവ് ചെയ്യണ്ടേ. ഓടാന്ന് പ്രൂവ് ചെയ്യണേന് 5 സ്പ്ലിറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6 ഓടാന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ 6k + 4 + 1. ഇതിൽ ഞാൻ 2 കോമൺ ആയി എടുക്കുമ്പോ എനിക്ക് എന്ത് വരും? 2 കോമൺ ആയി എടുത്തപ്പോ 3k + 2 + 1. ഈ 3k + 2 എന്ന് പറയുന്നത് തന്നെ ഒരു ഇന്റീജർ ആണ്. സോ 2 × k1 + 1. 2k + 1 എന്നുള്ള ഫോമുല നിൽക്കുന്ന ആളെന്താണ്? ഓഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി? നെഗേഷൻ p ട്രൂ കിട്ടി. അതായത് നെഗേഷൻ q ട്രൂ ആന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടെ എന്ത് വന്നു? നെഗേഷൻ p is true. പിന്നെ ആ ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. 2026 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സപ്ലിയുടെ പേപ്പറിൽ.
ഇനി അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് മെയ് 2025, അതായത് സീനിയേഴ്സ്. n ഈസ് എൻ ഇൻറ്റീജർ. ഞാൻ പറഞ്ഞില്ലേ, അതിനധികം ശ്രദ്ധിക്കേണ്ട. 3n+2 ഈസ് ഓഡ് ആണെങ്കിൽ n ഓഡാന്ന് പ്രൂവ് ചെയ്യണം. ബൈ എന്ത് മെത്തേഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ ഞാന് കോൺട്രഡിക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാണ്. അതായത് ഞാനിപ്പോ എന്ത് പറയുന്നു, 3n+2 ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പൊ എനിക്ക് ഒന്നില്ലെങ്കിൽ കോൺട്രഡിക്ഷനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, 3n+2 ഓഡ് തന്നെയാണ്, പക്ഷെ ഞാൻ പറയാണ് n ഈവണാന്ന് പറയും. അപ്പോ എനിക്കിപ്പോ ഇവിടെ n ഈവണാന്ന് ചെയ്ത് പോകുമ്പോ ഈ സംഭവം കറക്റ്റ് ആവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 3n+2 ഓഡ് ആണല്ലോ, n ഈസ് ഈവണാന്ന് എടുത്തേക്കണം. അപ്പൊ n ഈക്വൽ ടു നമുക്ക് 2k 2k എന്ന് എഴുതി. k എന്ന് പറയുന്നത് എന്താണ്, k ഈസ് ആൻ ഇൻറ്റീജർ. ഇനി എനിക്ക് ചെയ്യേണ്ടത് 3n+2 ആണ്. അവിടെ എനിക്ക് എന്ത് കിട്ടി, 3 × 2k + 2 എന്ന് വരും. അപ്പൊ ഇതില് 2ന് കോമൺ ആയി എടുത്തപ്പോ എനിക്ക് എന്ത് വന്നു, 3k + 1 എന്ന് വന്നു. 3k + 1 എന്ന് പറയുന്നത് അഗെയിൻ ഒരു ഇൻറ്റീജർ ആണ്. ആ ഇൻറ്റീജറിന് ഞാൻ എന്ത് കൊടുത്തു, 3k + 1 = k1. k1 ഈസ് ഇൻറ്റീജർ. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി, 3n+2 എന്ന് പറയുന്നത് ഒരു 2k1 എന്നുള്ള ഫോമിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇവിടുന്ന് 3n+2 എന്ന് പറയുന്നത് ദിസ് ഇംപ്ലൈസ് 3n+2 ഈസ് എന്താണ്, ഈവൺ. പക്ഷെ നമ്മുടെ എന്താണ് ഹൈപ്പോത്തിസിസ് എന്തായിരുന്നു, 3n+2 ഈസ് ഓഡ്. അപ്പൊ അവിടെ എന്ത് വന്നു, കോൺട്രഡിക്ഷൻ വന്നു. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. അപ്പൊ ബൈ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ആ